ഹലോ, നമുക്കിന്നൊരു അടിപൊളി കേരള സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായി ഞാനൊരു 1/2 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല നീളമുള്ള പിന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ നാര്, അതായത് വെയിനെല്ലാം കുത്തിയെടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ വയറുവേദന വരും നമുക്ക് ചിലവർക്ക്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കൈവച്ച് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അപ്പൂസ് ക്രേസി വേൾഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി ചെമ്മീൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് പാനിലേക്ക് വെക്കാം. ഇങ്ങനെ എല്ലാം ഒന്നൊന്നായിട്ട് അടുക്കി പറക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എല്ലാ ഭാഗവും വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ഒരു പുറം വേവിച്ച ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അതിനുശേഷം നമുക്ക് മറിച്ചിടാം. അങ്ങനെ ഓരോന്നായി നമ്മൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്ത പുറവും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ചെയ്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് അതേ സെയിം പാനിൽ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 കുഞ്ഞു സവാള, ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു തക്കാളി, കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതേ പാനിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ഇത് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാല ഒരു 3/4 സ്പൂണ്. ഇത് 3ഉം കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം ടീസ്പൂണിലാണ്. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് ഈ മസാല എല്ലാം പിടിക്കുന്നതിനായി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങനെ സ്റ്റൗവിൽ വെച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി കേരള സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നല്ലൊരു അടിപൊളി സെർവിങ് ഡിഷിലേക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇങ്ങനെ മാറ്റി നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെക്കാം. ഇത് കാണുമ്പോൾ തന്നെ എന്ത് കൊതിയാല്ലേ. ഞങ്ങളുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഞങ്ങളുടെ ഈ അപ്പൂസ് ക്രേസി വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.